നിനക്കൊന്ന് ഫോൺ വിളിച്ചെടുത്തൂടെ? എത്ര പ്രാവശ്യം വിളിച്ച്? ഞങ്ങളും നിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾക്കറിയാലോ എന്താ സംഭവിച്ചെന്ന് അല്ലേ? നാണം കെട്ടത് ഞാൻ മാത്രമല്ലേ? എന്തത്? ഒരു രോഗിയെ കാണാൻ വരുമ്പോ ആപ്പിളും ഓറഞ്ചൊക്കെ തരേണ്ടത്. പിന്നെ ഇവ മാനസിക രോഗിയല്ലേ? പിന്നെ മനസ്സിന് വിഷമമുള്ള ഒരാൾ മാനസിക രോഗിയല്ലേ? അല്ലെങ്കിൽ ഈ പോക്കൃത്തരം കാണിക്കും. സാറിനറിയാലോ. വിനോദിന്റെ ചേട്ടാ, ഇതിപ്പോ ഒരു മലമറിക്കുന്ന സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ ഹാങ് ഓവർ 2 ദിവസം ഉണ്ടാവും. അത് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും പുതിയ മലമറിക്കുന്ന സംഭവം ഉണ്ടാകുമ്പോൾ ആൾക്കാർ ഈ മല വിട്ടിട്ട് ആ മലയുടെ പിറകെ പോവും. അത്രേ ഉള്ളൂ. നാട്ടുകാർ പറഞ്ഞിട്ട് വേണോ നമുക്ക് ജീവിക്കാൻ? അതിനടാ നീ ഇങ്ങനെ ഇരിക്കാൻ, നാളെ ഓഫീസിൽ പോകാൻ നോക്ക്. വരും സാർ. സാർ ഞാൻ നാളെ തൊട്ട് വരാം. അല്ല അത് സാർ ഒരു കൺഫ്യൂഷൻ. അവൻ വരും, ഉറപ്പായിട്ട് വരും. വിനോദേ, നിനക്കൊരു സർപ്രൈസ് തരാനാണ് സത്യം പറഞ്ഞ സാറ് വന്നത്. ഇപ്പോ താങ്ക് യു സാർ. ഈ ഒരു അവസ്ഥയിൽ സാറിനെങ്കിലും എനിക്കൊരു സർപ്രൈസ് തരാൻ തോന്നിയല്ലോ. ശരിക്കും സർപ്രൈസ് അല്ല, സസ്പെൻസാ. സസ്പെൻസ് അല്ല, സസ്പെൻഷൻ. അതെ, സസ്പെൻഷനാ. അല്ലേലും രണ്ടും കണക്കാണല്ലോ. ഇവനറിയില്ലായിരുന്നല്ലോ. ഇപ്പൊ നിനക്കൊരു സർപ്രൈസ് ആയില്ലേ? അതാണ്. വിനോദിന്റെ അച്ഛ, വിനോദിന്റെ അമ്മേ, ഇതിപ്പോ എന്താന്ന് വെച്ചാലേ നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറി വിനോദിനെതിരെ ഒരു പരാതി തന്നേ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പൊ ഈ സസ്പെൻഷൻ എടുത്തേക്കുന്നത്. ഇതിപ്പോ ഒരു 6 മാസമേ ഉള്ളൂ വിനോദേ. അത് കഴിഞ്ഞാൽ ജോലിക്ക് വരാം, സംശയിക്കണ്ട. വരാം. എടാ 6 മാസം എന്ന് പറഞ്ഞാൽ ദാമങ്ങ് പോവും. നീ ഒരു ടെൻഷൻ അടിക്കണ്ട. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഇതങ്ങോട്ട് കൊടുത്താലോ? വിനോദേ, ഇതങ്ങോട്ട് ഐശ്വര്യമായിട്ട് മേടിച്ചാട്ടെ. സാർ ഇത് കല്യാണക്കുറി അല്ലാണ്ട് സസ്പെൻഷൻ ഓർഡർ ആണ്. എന്നാലും ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ. എന്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ് എത്തിക്കഴിഞ്ഞു. 10 വർഷത്തിന് ശേഷം കേരളത്തിന്റെ, നമ്മുടെ പുണ്യമായ കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്താൻ വന്നിരിക്കുകയാണ്. ആരെ കാര്യമാണ് പറഞ്ഞ? നിന്റെ കാര്യം. അതായത് ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ എനിക്ക് സർപ്രൈസ് എന്റെ അമ്മയ്ക്കും അച്ഛനും കൊടുക്കാൻ പറ്റിയില്ല. കാരണം കൊടുത്തിട്ടും കാര്യമില്ല, അവർക്ക് ഒരു വിലയില്ല എന്നെ. അപ്പോ എന്റെ കുഞ്ഞമ്മയുടെ ഏക മകനാണ് വൈശാഖ്. അവനിന്ന് പോകുമ്പോ കൊച്ചനും കുഞ്ഞമ്മയും കരഞ്ഞ് പാവമ്മയെ കരയിപ്പിക്കാൻ. ഷുഗറുള്ളതാണ് അവർക്ക്. കൂട്ടുകാരെ, ഇന്നൊരു അടിപൊളി സർപ്രൈസ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. എന്തിനാ പതങ്ങനെ? അമ്മ നെല്ലുണക്കുന്നു, അച്ഛൻ മടൽ വിട്ടു. നീ പോയി അമ്മയെ സർപ്രൈസ് കൊടുക്കും. കണ്ണ് പൊത്ത്, കണ്ണ്. അമ്മ അതെ, ഞാൻ പട്ടി. എന്നോട് ആര് പറയാ ഇപ്പൊ ഇങ്ങോട്ട് വരാനായിട്ട്? കുരുത്തം കേട്ടവൻ. പോയിട്ട് 1 കൊല്ലമായുള്ളൂ. അറബിയോട് വഴക്കുണ്ടാക്കുമ്പോഴേ എനിക്ക് അറിയാൻ അവരിപ്പോ പറഞ്ഞു വിടുള്ളൂ. അറബി എന്നെ ഭേദം. പച്ചമടൽ വെട്ടിയച്ചാ ശ്രീരാജേട്ടാ വിളിക്കണം. കണ്ണായ 5 സെന്റ്. ഈ 5 സെന്റ് വിറ്റ് തൊളിച്ചിട്ടാണ് അതിന് ഞാൻ ഗൾഫിലോട്ട് പറഞ്ഞു വിട്ടത്. തിരിച്ചെടുക്കാനുള്ള പൈസ കൊണ്ടല്ലാതെ ഈ പടി കയറി പോരുത്. ഞാൻ അച്ഛൻ പണിക്ക് പോ. ഞാൻ നിന്റെ ജോലി നീ കൊണ്ട് കളഞ്ഞു. യവന്റെ ജോലി കൂടെ കളഞ്ഞപ്പോ നിനക്ക് സമാധാനായ? എന്റെ വൈശാഖ, എന്നാലും നിനക്കൊന്ന് വിളിച്ചിട്ട് വരായിരുന്നു.
വലിയമ്മ പറയാതെ വന്നിട്ട് ഇങ്ങനെ ഇനി പറഞ്ഞിട്ട് വന്നാലാ എന്നെ കൊല്ലൂലേ? ഞാനതല്ല ആലോചിക്കുന്നത്. ഡാ, നമ്മുടെ കുടുംബത്തിലേ അറബി ശാപം ഉണ്ടെന്നാ തോന്നുന്നത്. അറബിഷാബ് എടാ, ഗൾഫ് വാഴത്തില്ലെന്ന്. ഇത് കണ്ടോ? ഒരു AC മെക്കാനിക്ക് വന്നിരുന്ന് കാണിക്കുന്നുണ്ടോ? അതൊന്നും അല്ല വലിയച്ഛ. അവിടെ പോയി കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ല നമുക്ക് നാട്ടിൽ എന്തെങ്കിലും ചെയ്ത് ജീവിക്കാം. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഈ സെലിബ്രേറ്റർ കൂടെ കൂട്ടുപിടിച്ചോണ്ട് പോയി നല്ല പടവളങ്ങ കൃഷി ചെയ്യ്. ഞാൻ നിന്നോട് എന്താ ഇങ്ങോട്ടൊന്നും ഇപ്പൊ പറഞ്ഞേ? എന്താ പറഞ്ഞേ? എടാ, കേരളത്തിൽ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള എന്നെ വീട്ടിൽ പോലും വിലയില്ല. നന്നാവാൻ അനുവദിക്കില്ല. രക്ഷപ്പെടുമ്പോഴോ വാ കേട്ടാ. 6 വർഷം കൊണ്ട് 650 ഫോളോവേഴ്സ്. മരിക്കും മുമ്പേ അത് 1000 ആയാൽ മതിയായിരുന്നു. നാശം. ഉറങ്ങാനും സമ്മതിക്കില്ലല്ലോ ഈശ്വര. അടിയിലെങ്ങനെ പോയി കിടക്കാം. അമ്മേ, ഫ്ലൈറ്റും പിടിച്ച് വന്നേക്കാണ് ബാക്കിയുള്ളവർ ഉറക്കം കളയാൻ. എന്താടാ? വിനോദല്ലേ? വിനോദ് നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയേ? നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഇവിടെ കിടന്ന് കൂർക്കം വിളിച്ച് ഉറങ്ങല്ലായിരുന്നാ? എടാ വിനോദ, പ്രതിസന്ധി വരുമ്പോ നമ്മളിങ്ങനെ ഓടി ഒളിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഒളിച്ചോടാൻ തുടങ്ങിയാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ഒളിച്ചോടിക്കൊണ്ടേയിരിക്കും. എടാ, നീ വെറും നിസ്സാരമായിട്ടുള്ള എന്റെ കൂർക്കമ്പലി പിടിച്ച് തൊട്ടപ്പുറത്തെ റൂമിൽ പോയി കിടന്നാൽ നീ കിടന്ന് ഉറങ്ങുമായിരിക്കും. പക്ഷെ എന്റെ കൂർക്കമ്പലി മാറൂല. ഓഹോ, നീ അപ്പൊ ഈ അടുത്തെങ്കിലും വീട്ടിൽ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലേ വൈശാഖ? അതാണോ ഇവിടുത്തെ പ്രശ്നം? അതല്ലേ. അതല്ല. പിന്നെ എടാ, നിനക്കുണ്ടായ അപമാനം നിനക്ക് മാത്രമാണോ? പിന്നെ നമ്മുടെ തൈവളപ്പി കുടുംബത്തിലുള്ള എല്ലാവർക്കും ആയില്ലേ? മോശമായി പോയി, ഭയങ്കര മോശമായി പോയി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? പ്രതികരിക്കണം. പ്രതികരിക്കാനോ? എടാ, പ്രതികരിക്കാത്തവൻ എന്തിനു കൊള്ളാം? തെക്കേ പറമ്പിലെ തൂണിന് പോലും കൊള്ളൂല. ഏത് തൂണ്? നിന്റെ അച്ഛന്റെ തൂണ്. എടാ, പ്രതികരിക്കാന്നുള്ളത് നമ്മുടെ മൗലിക അവകാശം. അതാണ്. അതുകൊണ്ട് നീ പോരാടണം. ഞാൻ ഉണ്ട് നിന്റെ കൂടെ എപ്പോഴും, എന്തിനും എന്തിനെങ്കിലും. നീ ഉറങ്ങിയാലും ഞാൻ ഉണർന്നിരിക്കും. നീ ഉറങ്ങിയാലും ഞാൻ ഉണർന്നിരിക്കും. എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. നീ അത് മറക്കരുത് വൈശാഖ. നീ പറഞ്ഞതിലും കാര്യമുണ്ട്. തുടങ്ങി. പ്രതികരിക്കണം. താളം മേലിൽ കൊട്ടിക്കേറുന്നേ, ആ കെട്ടിൽ പൂട്ടായി നിൽക്കും നേരം കോപം മാളുന്നേ, വീറുള്ളോർ വാഴും ലോകം നേരിൽ കാണാൻ മായുന്നേ. ഹലോ, ഭീമന്റെ ഗോവാനല്ലേ? നിന്റെ അച്ഛൻ ചേട്ടാ, ഈ കിഴക്കേക്കോട്ട തിരുവനന്തപുരത്തുള്ള എല്ലാ ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ടല്ലോ. ലാലേട്ടൻ, പൃഥ്വിരാജ്, എല്ലാവരും ഉണ്ടല്ലോ. അതിനിപ്പോ ഞാനെന്താ വേണോ? ചേട്ടന്റെ ഫോട്ടോ ഇല്ല, അതിനെതിരെ പ്രതികരിക്കണ്ടേ നമുക്ക്? അച്ഛന് പോടാ മൈഗ്രേനെ അവിടെ ഓരോരുത്തന്മാരെ ഏറെ കയറ്റാൻ വന്നിരിക്കുക. അല്ലെങ്കിൽ തന്നെ ഞാൻ ഏറല്ല കോപ്പന്മാര്. ബ്രോ, നമുക്ക് രണ്ടുപേർക്കും പറ്റിയ റൂം ഉണ്ടോ? സർ, AC ഉണ്ട്, നോൺ AC ഉണ്ട്, സൂട്ട് റൂം ഉണ്ട്. ഇതിലേതാ വേണ്ടേ? ഒരു 3000. 1000 രൂപ താഴെയുള്ള എന്തെങ്കിലും മതി. 800 ഒരു റൂമുണ്ട്, അത് മതിയോ? മതി. ടെക്നോളജിയാ. ഞാൻ തന്നെ ക്യാച്ച് ചെയ്തു. ഒന്നുകൂടി ക്യാച്ച്. താമസിക്കാതെ നമ്മൾ ഇവിടെയും പ്രതികരിക്കില്ല. നോക്കരുത്. ഞാനൊന്ന് അത്യാവശ്യമായിട്ട് ബാത്റൂമിൽ പോയിട്ട് മാത്രം പോരുത്. ഇനി അബദ്ധം പറ്റരുത്. ഹുക്കുണ്ട്. ഹുക്ക് ഞാൻ വേറൊന്നുമില്ല, തുണിയില്ലാതെ കാണാൻ വയ്യാതാ. സർ, ഒരു കാര്യം പറയാം.
എല്ലാരും ഉണ്ടല്ലോ. എന്തായിരുന്നു? ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച ഓർമ്മയുണ്ട് സാറിന്? അങ്ങനെ ഒരുപാട് പേരിങ്ങനെ വരുന്നതാണ്. എല്ലാരും ഓർത്തിരിക്കാൻ പറ്റുമോ? ബാലൻസ് എന്തെങ്കിലും തരണ്ടോ? ബാലൻസ് ഒന്നുമില്ല. ഇവിടുന്ന് ഫുഡ് കഴിച്ച കുറച്ച് ആളുകൾക്ക് ഫുഡ് പോയ്സൺ പിടിപെട്ടു. എല്ലാവർക്കും വയറ്റിളക്കം വരുന്നു. ഓ, ആ റൂട്ടാണല്ലേ. ചില ആൾക്കാർക്ക് കുടലിന് ബലം കാണത്തില്ല. പിന്നെ വാരി വലിച്ച് വെട്ടുമ്പോ ഓർക്കണം, വല്ല ഗ്യാസ് ഡോക്ടറെ കണ്ടാൽ മതി. ആരെ കാണണം കണ്ടാന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഒരു വാണിംഗ് തരാൻ വന്നു. ഓ, അതിനുള്ള കപ്പാസിറ്റി ഒക്കെ നിനക്കൊക്കെ ഉണ്ടോടാ? വൈശാഖ, ഇവിടെയുള്ള ആൾക്കാരത്ത് പറയട്ടെ, ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ വൈറലാവും പറയട്ടെ. ഒന്ന് പോടാ അങ്ങോട്ട്. എന്നാ ഞാൻ ഈ ഹോട്ടൽ അടച്ചു മുട്ടാണ് എനിക്ക് റെസ്റ്റ് ഉള്ളൂ. നിങ്ങൾ കടയുടെ മുന്നിൽ പ്രശ്നം ഉണ്ടാക്കല്ലേ? ഈ ഹോട്ടലെ പൂട്ടിച്ചിട്ടാണ് നിനക്കൊന്ന് കുടുംബത്തിലെ നിനക്ക് എന്താണ് പറ്റിയത്? നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഇങ്ങനെ അല്ലായിരുന്നു. എന്നാരെ എങ്ങനെ ആക്കിയത്? ഞാൻ നേരെ ഫുഡ് സേഫ്റ്റി ഓഫീസിലേക്കാണ്. വരാൻ താല്പര്യമുള്ളവർക്ക് വരാം. ഹലോ. ആ സർ. ആ ഇല്ല, അങ്ങനെ ആരും ഒരു പരാതിയായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ സർ. ആ ഹോട്ടലിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഭദ്ര ഹോട്ടൽ. ഓക്കെ ഓക്കെ. ആ ഓണറുടെ പേര്? ഓക്കെ സർ. ശരി സർ. ആ എന്തുവാ ഇത്? പരാതി വന്നാൽ നടപടി എടുക്കരുത്. പിന്നെ ഞാൻ എന്തിനു തുറന്നു വെച്ചോണ്ടിരിക്കുന്നു? ഞാൻ ചാടും. വെറുതെ പറയുന്നതല്ല. എന്റെ മരണത്തിന് ഉത്തരവാദി ഇവിടത്തെ ഫുഡ് സേഫ്റ്റി ഓഫീസറാണെന്ന് ഞാൻ എഴുതി വെച്ചിട്ട് എല്ലാരും കൊടുക്കും. ഇവളും കൊടുക്കും, ഇവനും കൊടുക്കും, ഇവളും കൊടുക്കും, എല്ലാരും കൊടുക്കും. വാപ്പ ചാടുന്നു, വാപ്പ ചാടും. ഇക്കെന്ത് കാര്യം പറഞ്ഞാ മനസ്സിലാകത്ത്? എടീ, താനൊരു ചെറുപ്പക്കാരനല്ലേ? ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൂടെ? ഞാൻ പറയാനുണ്ട്, വാപ്പയ്ക്ക് മനസ്സിലാവേണ്ട. ഒന്ന് പൊട്ടിക്കട്ടെ മാഡം. എടോ, തന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് 10-22 പേരാ ഹോസ്പിറ്റലൈസ്ഡ് ആയത്. അതുകൊണ്ടല്ലേ സർക്കാർ ഉത്തരവിട്ട് കൂട്ടിച്ചത്. ആണല്ലേ? ഇനി കമ്മീഷണറിന്റെ ഉത്തരവ് വരാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാഡം, ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഞാൻ ചാടും. എന്നാ നിങ്ങൾ പോയി ചാടും. താൻ ചത്താ തന്റെ കുടുംബത്തിന് നഷ്ടം. എന്ത് പൊഞ്ചാലേ. എന്തേ ചാടുന്നില്ലേ? ഓ, ആ ഫ്ലോ അങ്ങ് പോയി. വാ. ബ്യൂട്ടിഫുൾ ലേഡി. ടോയ്ലറ്റ് ടോയ്ലറ്റ്. നീ പൊക്കോ. ഓഫ്, അതല്ല ടോയ്ലറ്റ്. ഞാൻ വരുന്നില്ല. പൊട്ട ടോയ്ലറ്റ് വൈറലായില്ലേ? നഗ്നത കാണിച്ച വീഡിയോയുടെ ആള്. എക്സ്ക്യൂസ് മീ മാഡം. ചട്ടപൊട്ടിയോ? ഗുഡ് മോർണിംഗ് മാഡം. എത്രയും പെട്ടെന്ന് ഒരു ഹോട്ടൽ അടിച്ചു കൂട്ടണം. പറ്റോ? കൂട്ടാലോ. താക്കോലും കൊണ്ടുവന്നിട്ടുണ്ടോ? യെസ്. താക്കോലോ? താക്കോലോ? എടാ, താൻ വന്നൊരു ഹോട്ടൽ പൂട്ടണം എന്ന് പറയുമ്പോ താഴും താക്കോലായിട്ട് ഇരിക്കുവല്ല ഞാൻ. എവിടുത്തെ ഹോട്ടൽ? ഏത് ഹോട്ടൽ? എന്തിനു പൂട്ടണം? കഴിഞ്ഞ ദിവസം ഭദ്ര ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച എനിക്കും എന്റെ സുഹൃത്തുക്കൾക്കും ഫുഡ് പോയ്സൺ പിടിപെട്ടു. തൂറ്റലോട് തൂറ്റല്. കാര്യം പറയട്ടെ, നീ ട്രോമയിലായിരുന്നു. സത്യമായിട്ട് കള്ളം പറയേണ്ട കാര്യമില്ല. സത്യം വിടാനല്ല പറഞ്ഞത്, പരാതിതാ. പരാതി ഞാൻ ഇമെയിൽ അയച്ചിട്ടുണ്ട്. മറ്റേ എവിഡൻസുകൾ എവിടെ? മറ്റേ എവിഡൻസോ? അത് ഫ്ലഷ് ചെയ്തു. എടോ, തനിക്ക് ഫുഡ് പോയ്സണിംഗ് ആണെന്നല്ലേ പറഞ്ഞത്? അത് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ്സ് വേണം. ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇല്ല. എടോ, ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ്. ഇവിടെ അതിന്റേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. വെറുതെ ഒരു ഹോട്ടൽ പൂട്ടിക്കണം എന്ന് പറഞ്ഞാൽ പറ്റൂല. പറ്റില്ല. ഞാൻ മുമ്പ് ദുബായിൽ ഈ ഫുഡ് സേഫ്റ്റിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടേ. അപ്പൊ അതിന്റെ ഇത് വെച്ച് ദുബായിൽ ഇന്നൊരു പരാതി കൊടുത്ത നാളത്തേക്കല്ല ഇന്നത്തേക്ക് അവർ തീർപ്പാക്കി തരും. ഇന്ന് പൂട്ടിക്കോ അവര്. എന്നാ താൻ ഓഫീസ് കൊണ്ട് ദുബായ് കൊണ്ടുപോയിക്ക്. അതെന്തിനോർത്താനത്? എടോ, വെറുതെ പോയി ഒരു ഹോട്ടൽ റെയ്ഡ് ചെയ്യാനോ പൂട്ടിക്കാനോ ഒന്നും പറ്റില്ല. അതും ഭദ്ര പോലുള്ള ഒരു ഹോട്ടൽ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. വൈശാഖ,
ഭദ്രനെ പോലെ പിടിപാടുള്ളവരുടെ മുമ്പിലൊക്കെ ഇവരുടെ മുട്ട് വറക്കും. ഇവിടെ കിടന്ന് വലിയ ഷോ ഇറക്കിയാലുണ്ടല്ലോ. പേടിപ്പിക്കില്ല മാഡം. ഞാൻ എൻ്റെ സർക്കാർ ടാഗ് ഇട്ട് വന്നിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിച്ചേനെ. പിൻഗാമി മാഡം ഇതിപ്പോ തീരും. താൻ ഇവിടെ കിടന്ന് ഇത്ര വെച്ച് ഉണ്ടാക്കിയിട്ട് ആര് കാണാനാ? കാണാനുള്ളൊക്കെ ഫുൾ നാട്ടുകാരെ കണ്ടില്ലേ? ഇനി എന്ത് കാണാനാണ്? എന്താന്ന്? ഒന്നുമില്ല. എന്നാ താൻ പോയി എവിഡൻസ് കൊണ്ടുപോവാ. പരാതി സ്വീകരിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എവിഡൻസാ? തെളിവാണോ അല്ലേ? തെളിവ് കണ്ണു തുറന്ന് കാണിക്കില്ല. നോക്ക്, കഴിഞ്ഞ ദിവസം അവന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് കക്കൂസി പോണ്ട് വന്ന്. ആ സമയത്ത് ഏതോ കാലമട എന്റെ പാന്റ് എടുത്തോണ്ട് പോയി. അന്ന് തുടങ്ങിയ കഷ്ടകാലമാണ് ഇത്. ഇല്ലടാ വൈശാഖ. ഇതും എവിഡൻസ് ആയിട്ട് വെക്കണം. ഓഹോ, അപ്പൊ എല്ലാരും ഒരു ടീമാണ്. ഒരു ഭദ്രനും ഭദ്രകാളിയും അവളുടെ ഒരു ഉണ്ട കണ്ണ്. വാടാ. എന്താണോ വെച്ചിരിക്കണത്? HD ക്വാളിറ്റിയിൽ ഒന്നും കാണണോ? ഒരു ചെറിയ തൂറ്റിൽ തുടങ്ങിയത് പിന്നെ ഇതൊരു ആഭ്യന്തര പ്രശ്നമായിട്ട് മാറി. ഇവിടെ CCTV ഉണ്ടോ? ഭാഗ്യം, ഇല്ലെങ്കിൽ അതുകൂടി എന്റെ തലയിൽ വന്നേ. വൈശാഖ കഴിഞ്ഞോ? തുടങ്ങിയതേ ഉള്ളൂ. അന്ന മിഷമാർക്കരുത്. നടക്കണ അവന്റെ ഒലിപ്പിക്കല്.